ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ നഗരങ്ങളെയും സൈനിക സംവിധാനങ്ങളെയും കൃത്യമായി ലക്ഷ്യമിട്ടുള്ള വ്യോമാക്രമണ ശ്രമങ്ങളാണ് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം നടത്തിയതെന്ന് ഇന്ത്യ. രാജ്യത്തെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്താൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. അതിർത്തി സംസ്ഥാനങ്ങളിൽ സുരക്ഷ കർശനം. സംഘർഷ സാഹചര്യം അവശ്യ സേവനങ്ങളെ ബാധിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് എസ്എസ്എൽസി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.5% വിജയം. മലപ്പുറത്ത് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. സമ്പർക്ക പട്ടികയിൽപ്പെട്ട 6 പേരുടെ പരിശോധനാഫലം നെഗറ്റീവ്. സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി. മനോജ് എബ്രഹാമിനെ വിജിലൻസ് ഡയറക്ടറായി നിയമിച്ചു. സുരക്ഷാ കാരണങ്ങൾ കണക്കിലെടുത്ത് ഐപിഎൽ മത്സരങ്ങൾ ഒരാഴ്ചത്തേക്ക് നിർത്തിവച്ചതായി ബിസിസിഐ. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ നഗരങ്ങളെയും സൈനിക സംവിധാനങ്ങളെയും ജനവാസ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ ഇന്നലെ ആക്രമണം നടത്തിയതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. കൃത്യമായ തിരിച്ചടിയാണ് ഇന്ത്യൻ സേന പാകിസ്ഥാന് നൽകിയത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനു പകരം ഇന്ത്യയ്ക്കുമേൽ പഴിചാരാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. മതവിദ്വേഷം ഉണർത്താനുള്ള മനഃപൂർവ്വമായ ശ്രമങ്ങളാണ് പാകിസ്ഥാൻ നടത്തുന്നതെന്നും അദ്ദേഹം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. Provocative and escalatory actions that were taken by Pakistan last night were targeted at Indian cities and civilian infrastructure in addition to some military targets. The Indian armed forces responded proportionately, adequately and responsibly. ये जो हमले हुए कल रात को भारतीय सैन्य इकाइयों ने पर्याप्त रूप से और एक जिम्मेदाराना रुख अपनाते हुए इन हरकतों का उत्तर दिया. 300 മുതൽ 400 വരെ ഡ്രോണുകൾ ഉപയോഗിച്ച് രാജ്യത്തെ 36 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താനായിരുന്നു പാക് ശ്രമമെന്ന് ഇന്ത്യ. സൈനിക നടപടിയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ട് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുകയായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം. കരസേന നിരവധി ഡ്രോണുകൾ വെടിവച്ചിട്ടതായും അവശിഷ്ടങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ഇവ തുർക്കിഷ് ഡ്രോണുകളാണെന്ന് മനസ്സിലായതായും വ്യോമിക സിംഗ് പറഞ്ഞു. Along the international border and line of control, drone intrusions were attempted from Leh to Sar Creek at 36 locations with approximately 300 to 400 drones. Indian Armed Forces brought down a number of these drones using kinetic and non-kinetic means. The possible purpose of these large-scale aerial intrusions were to test the AD systems and gather intelligence. സിവിൽ വിമാനങ്ങളെ മറയാക്കി ഉപയോഗിച്ചുള്ള പാകിസ്ഥാന്റെ ആക്രമണ നീക്കത്തെ അതിവേഗമുള്ള വ്യോമ പ്രതിരോധത്തിലൂടെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. പാക് നീക്കത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാന്റെ 4 എയർ ഡിഫൻസ് റഡാറുകളെ ആക്രമിക്കുകയും ഒരെണ്ണം നശിപ്പിക്കുകയും ചെയ്തു. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ നടത്തുന്ന വെടിവയ്പിലും ഡ്രോൺ ആക്രമണങ്ങളിലും ഇന്ത്യൻ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകാൻ ഇന്ത്യൻ സേനയ്ക്ക് സാധിച്ചതായും ഇരുവരും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാജ്യത്തെ സുരക്ഷാ സ്ഥിതിഗതികളും സായുധ സേനയുടെ തയ്യാറെടുപ്പുകളും വിലയിരുത്താൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ, കര, നാവിക, വ്യോമസേനാ മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ബിഎസ്എഫ്, സിഐഎസ്എഫ്, സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ബ്യൂറോ മേധാവികളുമായി യോഗം ചേർന്ന് സുരക്ഷാ സാഹചര്യം വിലയിരുത്തി. രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ സുരക്ഷയും അദ്ദേഹം അവലോകനം ചെയ്തു. രാജ്യത്തെ നിലവിലെ സാഹചര്യം അവശ്യ സേവനങ്ങളെ ഒരുവിധത്തിലും ബാധിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇതിനുവേണ്ട തയ്യാറെടുപ്പുകൾ ദേശീയ തലത്തിൽ സ്വീകരിച്ചു വരുന്നതായും കേന്ദ്രം വ്യക്തമാക്കി. ആരോഗ്യ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ ഇന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നു. ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും സൈബർ സുരക്ഷ വിലയിരുത്താൻ ധനമന്ത്രി നിർമ്മല സീതാരാമനും ഇന്ന് യോഗം വിളിച്ചിട്ടുണ്ട്. രാജ്യത്ത് എടിഎമ്മുകളും ഡിജിറ്റൽ പണമിടപാട് സംവിധാനങ്ങളും പൂർണ്ണമായും പ്രവർത്തന സജ്ജമാണെന്ന് പൊതുമേഖലാ ബാങ്കുകൾ വ്യക്തമാക്കി. മതിയായ ഇന്ധന ശേഖരം രാജ്യത്തുണ്ടെന്നും ഉപഭോക്താക്കൾ ഇന്ധനം നിറയ്ക്കുന്നതിന് തിരക്ക് കൂട്ടരുതെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അറിയിച്ചു.
രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും വ്യക്തികളും പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും സേനാ നീക്കങ്ങളുടെയും തത്സമയ റിപ്പോർട്ടിംഗിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിർദ്ദേശിച്ച് പ്രതിരോധ മന്ത്രാലയം. ഔദ്യോഗിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലാത്ത ഇത്തരം പ്രക്ഷേപണങ്ങൾ സേനയുടെ പ്രവർത്തനങ്ങളെയും ജനങ്ങളുടെ ജീവനെയും ദോഷകരമായി ബാധിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ജാഗ്രതയോടെയും ഉത്തരവാദിത്തത്തോടെയും വേണം ഇത്തരം സാഹചര്യങ്ങളെ മാധ്യമങ്ങൾ സമീപിക്കേണ്ടതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തുടനീളമുള്ള വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരിക്കുകയാണെന്ന മാധ്യമ റിപ്പോർട്ടുകൾ തള്ളി വ്യോമയാന മന്ത്രാലയം. 24 വിമാനത്താവളങ്ങൾ മാത്രമാണ് നിലവിൽ അടച്ചിരിക്കുന്നതെന്നും മന്ത്രാലയം അറിയിച്ചു. ഡൽഹി വിമാനത്താവളം വഴിയുള്ള 138 വിമാന സർവീസുകൾ ഇന്ന് റദ്ദാക്കി. 129 ആഭ്യന്തര സർവീസുകളും 9 അന്താരാഷ്ട്ര സർവീസുകളുമാണ് റദ്ദാക്കിയത്. സൈനിക നടപടിയുടെ പശ്ചാത്തലത്തിൽ ജമ്മുകാശ്മീരിലും പഞ്ചാബ്, ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ അതിർത്തി സംസ്ഥാനങ്ങളിലും ഇന്ത്യ ജാഗ്രത കർശനമാക്കി. പാകിസ്ഥാനുമായി 553 കിലോമീറ്റർ ദൈർഘ്യത്തിൽ അതിർത്തി പങ്കിടുന്ന പഞ്ചാബിലെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാർ ഇന്ന് മന്ത്രിസഭായോഗം വിളിച്ചു. 9 ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ വാങ്ങി ബിഎസ്എഫുമായി ചേർന്ന് അതിർത്തി ജില്ലകളിൽ വിന്യസിക്കാൻ തീരുമാനിച്ചതായി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ പറഞ്ഞു. ചണ്ഡിഗഡിൽ പൊതുജനങ്ങൾക്കായി കൺട്രോൾ റൂമും സജ്ജമാക്കിയിട്ടുണ്ട്. രാജസ്ഥാനിലും അതിർത്തി മേഖലയിലെ വിദ്യാലയങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അവധി പ്രഖ്യാപിച്ചു. ഗുജറാത്തിലെ കച്ച്, പത്താൻ, ബനസ്കന്ദ മേഖലകളും കർശന സുരക്ഷയിലാണ്. ലേയിലും സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് വിദ്യാലയങ്ങൾക്ക് ഇന്നും നാളെയും അവധി നൽകിയിട്ടുണ്ട്. അതിർത്തി സംസ്ഥാനങ്ങളിലെ സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇവിടെയുള്ള മലയാളികൾക്ക് സഹായവും വിവരങ്ങളും ലഭ്യമാക്കുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം സെക്രട്ടേറിയറ്റിലും നോർക്കയിലും കൺട്രോൾ റൂം തുറന്നു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് സുരക്ഷിതരായിരിക്കുകയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സഹായം ആവശ്യമുള്ള പക്ഷം 0471 2517 2500 എന്ന സെക്രട്ടേറിയറ്റ് നമ്പറിലോ 180042539939 എന്ന നോർക്കയുടെ ടോൾ ഫ്രീ നമ്പറിലോ ബന്ധപ്പെടാം. ന്യൂഡൽഹിയിലെ കേരള ഹൌസിലും 011223747079 എന്ന നമ്പറിൽ കൺട്രോൾ റൂം പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. 3 ഇന്ത്യൻ ജെറ്റ് വിമാനങ്ങൾ കാശ്മീരിൽ തകർന്നു വീണെന്ന തരത്തിൽ ചില മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന ചിത്രം വ്യാജമാണെന്ന് പിഐബി ഫാക്ട് ചെക്ക് വിഭാഗം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഇന്ത്യയുടെ സുഖോയ് 30 വിമാനം മുസാഫർബാദിൽ വെടിവച്ചിട്ടതായി സമൂഹ മാധ്യമങ്ങളിലൂടെ പാകിസ്ഥാൻ തെറ്റായ പ്രചാരണം നടത്തുന്നതായും പിഐബി അറിയിച്ചു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് അക്കൌണ്ട് ഉണ്ടാക്കിയും ചിലർ വ്യാജമായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന ഇത്തരം വ്യാജ പ്രചാരണങ്ങളോട് ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും ഫാക്ട് ചെക്ക് വിഭാഗം അഭ്യർത്ഥിച്ചു. രാജ്യത്ത് ആവശ്യത്തിന് ഭക്ഷ്യശേഖരമുണ്ടെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഭക്ഷ്യധാന്യ ഉൽപാദനം മികച്ച നിലയിലാണെന്നും തെറ്റായ പ്രചാരണ സന്ദേശങ്ങളിൽ വിശ്വസിക്കരുതെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. അവശ്യവസ്തുക്കൾ വിൽക്കുന്ന വ്യാപാരികൾ നിയമാനുസൃതമായി മാത്രം പ്രവർത്തിക്കണമെന്നും പൂഴ്ത്തിവയ്പ് നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അംഗീകൃതമല്ലാത്തതും ഫ്രീക്വൻസി, ലൈസൻസ് നിബന്ധനകൾ പാലിക്കാത്തതുമായ വാക്കി ടോക്കി ഉപകരണങ്ങൾ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വിൽക്കുന്നതിനെതിരെ നടപടി ആരംഭിച്ച് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഇത്തരം വയർലെസ് ഉപകരണങ്ങളുടെ ഉപയോഗം ദേശസുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നതാണെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. എല്ലാ വിൽപ്പനക്കാരും നിയന്ത്രണ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരസേനയെ പിന്തുണയ്ക്കുന്നതിന് ടെറിട്ടോറിയൽ ആർമിയുടെ സേവനം ഉപയോഗപ്പെടുത്താൻ കരസേനാ മേധാവിയെ അധികാരപ്പെടുത്തി കേന്ദ്ര സർക്കാർ. 3 വർഷത്തേക്കാണ് ഉത്തരവിന് പ്രാബല്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.5 വിജയശതമാനം. വിജയശതമാനം ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയിലും കുറവ് തിരുവനന്തപുരത്തുമാണ്. 4,27,020 വിദ്യാർത്ഥികളാണ് ഇക്കുറി SSLC പരീക്ഷ എഴുതിയത്. ഇതിൽ 61,449 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. 2,331 സ്കൂളുകൾ 100% വിജയം കൈവരിച്ചതായും പരീക്ഷാഫലം പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,24,583. വിജയശതമാനം
99.5. എല്ലാ വിഷയങ്ങൾക്ക് A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 61,449. SSLC പ്രൈവറ്റ് പുതിയ സ്കീം പരീക്ഷ. വിജയശതമാനം 67.65. SSLC പ്രൈവറ്റ് പഴയ സ്കീം പരീക്ഷ. വിജയശതമാനം 66.67. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കണ്ണൂർ. വിജയശതമാനം ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ വിദ്യാഭ്യാസ ജില്ല മലപ്പുറം. പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ഡിജി ലോക്കറിലും ലഭ്യമാക്കിയിട്ടുണ്ട്. ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയം, സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ ഈ മാസം 12 മുതൽ 17 വരെ ഓൺലൈനായി നൽകാവുന്നതാണ്. സേ പരീക്ഷ മെയ് 28 മുതൽ ജൂൺ 2 വരെ നടത്തിയ ശേഷം ജൂൺ അവസാന വാരം ഫലം പ്രഖ്യാപിക്കും. മലപ്പുറത്ത് നിപ രോഗബാധിതയുടെ സമ്പർക്ക പട്ടികയിൽപ്പെട്ട 6 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. രോഗലക്ഷണങ്ങൾ കാണിച്ചിരുന്ന 6 പേരും ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ്. നിപ സ്ഥിരീകരിച്ച വളാഞ്ചേരി സ്വദേശിയായ 42-കാരി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. 12 കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 49 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. രോഗത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചെന്നും വീടിന് സമീപം കണ്ട ചത്ത പൂച്ചയുടെ സ്രവ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. രോഗിയുടെ റൂട്ട് മാപ്പും ഇന്ന് പുറത്തുവിട്ടു. സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി. ഡിജിപി മനോജ് എബ്രഹാമിനെ വിജിലൻസ് ഡയറക്ടറായി നിയമിച്ചു. എഡിജിപി MR അജിത് കുമാറാണ് പുതിയ എക്സൈസ് കമ്മീഷണർ. യോഗേഷ് ഗുപ്തയെ അഗ്നിരക്ഷാ സേനാ മേധാവിയായി നിയമിച്ചു. മഹിപാൽ യാദവാണ് ക്രൈംബ്രാഞ്ച് എഡിജിപി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ശബരിമല സന്ദർശനം റദ്ദാക്കി. പോലീസ് ഇക്കാര്യം ദേവസ്വം ബോർഡിനെ അറിയിച്ചു. ശബരിമലയിൽ ഇടവമാസ പൂജയ്ക്ക് ഈ മാസം 18, 19 തീയതികളിൽ ഭക്തർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയതായി ദേവസ്വം ബോർഡ് അറിയിച്ചു. ഈ വർഷത്തെ ഹജ്ജ് യാത്രയ്ക്കുള്ള ഹജ്ജ് ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വിമാനത്താവളത്തിനോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന ഹജ്ജ് ഹൌസിന്റെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. വിമാനത്താവളത്തിനോട് ചേർന്ന് കിടക്കുന്ന കാർഗോ കോംപ്ലക്സിലാണ് ഹജ്ജ് ക്യാമ്പ് സജ്ജമാക്കിയിട്ടുള്ളത്. കിൻഫ്രയിൽ നിന്ന് ഏറ്റെടുത്ത 1 ഏക്കർ ഭൂമിയിലാണ് പുതുതായി ഹജ്ജ് ഹൌസ് നിർമ്മിക്കുക. 5 കോടി രൂപയാണ് ഹജ്ജ് ഹൌസ് നിർമ്മിക്കുന്നതിനായി സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളത്. ആത്മീയമായ പ്രകാശം ലഭിക്കുന്നതിനുള്ള യാത്രകൾ എന്നതിനപ്പുറം തീർത്ഥാടനം എന്നത് ഒത്തുചേരലിന്റെയും പാരസ്പര്യത്തിന്റെയും സന്ദേശം പകർന്നു നൽകുന്നതാണെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ, കോഴിക്കോട്, നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളിൽ നിന്നായി 16,088 പേരാണ് ഇത്തവണ കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്നത്. സ്വാതി തിരുനാൾ ജയന്തിയോടനുബന്ധിച്ച് ആകാശവാണി കേരള നിലയങ്ങൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്വാതി തിരുനാൾ സംഗീതോത്സവം തിരുവനന്തപുരം കോട്ടയ്ക്കകം ലേവി ഹാളിൽ മറ്റന്നാൾ നടക്കും. പത്മശ്രീ ഡോക്ടർ K. ഓമനക്കുട്ടി, പ്രൊഫസർ കുമാര കേരളവർമ്മ, പ്രൊഫസർ പാൽക്കുളങ്ങര അംബികാദേവി എന്നീ മുതിർന്ന സംഗീതജ്ഞരെ പരിപാടിയിൽ ആദരിക്കും. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ആകാശവാണി കേരള നിലയങ്ങൾ സംഗീതാർച്ചന തത്സമയം പ്രക്ഷേപണം ചെയ്യും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള നെഹ്റു യുവകേന്ദ്ര സംഘാതന്റെ ആഭിമുഖ്യത്തിൽ മൻ കി ബാത് ക്വിസ് മത്സരം സീസൺ 4ലെ വിജയികളെ നാളെ അനുമോദിക്കുന്നു. തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ചന്ദ്രശേഖർ പെമ്മസാനി മുഖ്യാതിഥിയാകും. കേരള തപാൽ സർക്കിളിന്റെ വർക്കലയിലെ പുതിയ സബ് തപാൽ ഓഫീസ് കെട്ടിടവും നാളെ ശ്രീ ചന്ദ്രശേഖർ പെമ്മസാനി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ IPL മത്സരങ്ങൾ ഒരാഴ്ചത്തേക്ക് നിർത്തിവച്ചതായി BCCI അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാലാണ് തീരുമാനം. ഓഹരി വിപണികളിൽ വൻ ഇടിവ്. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 880 പോയിന്റ് നഷ്ടത്തിൽ 79,454ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 266 പോയിന്റ് താഴ്ന്ന 24,008ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ നഗരങ്ങളെയും സൈനിക സംവിധാനങ്ങളെയും കൃത്യമായി ലക്ഷ്യമിട്ടുള്ള വ്യോമാക്രമണ ശ്രമങ്ങളാണ് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം നടത്തിയതെന്ന് ഇന്ത്യ. രാജ്യത്തെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്താൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. അതിർത്തി സംസ്ഥാനങ്ങളിൽ സുരക്ഷ കർശനം. സംഘർഷ സാഹചര്യം അവശ്യ സേവനങ്ങളെ ബാധിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.5% വിജയം. മലപ്പുറത്ത് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. സമ്പർക്ക പട്ടികയിൽപ്പെട്ട 6 പേരുടെ പരിശോധനാഫലം നെഗറ്റീവ്. സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി. മനോജ് എബ്രഹാമിനെ വിജിലൻസ് ഡയറക്ടറായി നിയമിച്ചു. സുരക്ഷാ കാരണങ്ങൾ കണക്കിലെടുത്ത് IPL മത്സരങ്ങൾ ഒരാഴ്ചത്തേക്ക് നിർത്തിവച്ചതായി BCCI. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.